മുൻപ് കേരളത്തിൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ലഭിച്ച സ്വീകാര്യത എത്രത്തോളമായിരുന്നു? അതിനോട് സമാനമായ സ്വീകാര്യതയാണ് ആ സമ്മേളനത്തിൽ വി ഡി സതീശന് പ്രവർത്തകരിൽ നിന്നും ലഭിച്ചത് എന്നത് വി ഡി സതീശന്റെ നിലപാടുകൾക്ക് അദ്ദേഹം പറയുന്നത് വർഗീയതയ്ക്കെതിരായ കൃത്യമായ നിലപാട്, അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും നമസ്കാരം. രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ കരുത്തു പകരും എന്ന് പലപ്പോഴും പറയാറുണ്ട് എങ്കിലും അതൊക്കെ ഭംഗിവാക്കായി അവസാനിക്കുകയാണ് പലപ്പോഴും പതിവ്. യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും തിരിച്ചാണ് അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ വിമർശനങ്ങൾ കരുത്തായി മാറിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. മറ്റാരുമല്ല, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വിവിധ കോണുകളിൽ നിന്നാണ് വി ഡി സതീശനെതിരെയുള്ള വിമർശനങ്ങൾ അടുത്ത കാലത്തായി ഉയർന്നു വന്നത്. എന്നാൽ കൃത്യമായി തന്മയത്വത്തോടുകൂടി ഈ വിമർശനങ്ങളെ നേരിടുകയും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പ്രതികരണങ്ങൾ നടത്താൻ കഴിഞ്ഞതുമാണ് വി ഡി സതീശന് കരുത്തു പകർന്നത് എന്ന് തന്നെ നമുക്ക് പറയാനാകും. സ്വന്തം പാർട്ടിയിലെ MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ പീഡന ആരോപണം ഉയർന്നു വന്ന സന്ദർഭത്തിൽ കോൺഗ്രസിലെ ഏതാണ്ട് ബഹുഭൂരിഭാഗം നേതാക്കളും MLAക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന നിലപാട് സ്വീകരിച്ചവരാണ്. എന്നാൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിനു ശേഷം സോഷ്യൽ മീഡിയകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായി രൂപപ്പെട്ട ഒരു തരംഗമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഈ വികാരം മുന്നിൽ കണ്ട് നേരത്തെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന പല നേതാക്കളും പിന്നീട് പിന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നും താൻ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നു എന്നും മാധ്യമങ്ങളോട് ഉറച്ചു പറയാൻ പോലും അദ്ദേഹം മടി കാണിച്ചില്ല എന്നതാണ് വസ്തുത. പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന്റെ നിലപാടിനോട് കേരളത്തിലെ പൊതുസമൂഹവും കേരള രാഷ്ട്രീയവും യോജിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ആ നിലപാട് അല്ലെങ്കിൽ ആ അച്ചടക്ക നടപടി എന്നത് അനിവാര്യമായിരുന്നു എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പറയുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. ഇപ്പോൾ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങളിൽ അല്ലെങ്കിൽ വിമർശനങ്ങളോടും അദ്ദേഹം പ്രതികരിക്കുന്നത് തീർത്തും കരുതലോട് കൂടിയിട്ടാണ്. കാരണം മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരിക്കൽ പോലും വികാരാധീനനാകുന്നില്ല. അദ്ദേഹം SNDP യോഗത്തെയോ അതുമായി ബന്ധപ്പെട്ട ഒരു സമുദായത്തെയോ മാറ്റി നിർത്തിക്കൊണ്ട് ആ സമുദായവും ശ്രീ നാരായണീയരെ കുറിച്ചും ഏറ്റവും നന്നായി സംസാരിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളെ തള്ളി പറയുന്നത്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ വ്യക്തിപരമായി ആക്രമിക്കുമ്പോൾ അതേക്കുറിച്ച് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശന്റെ മറുപടി അത് അദ്ദേഹം പറഞ്ഞുകൊള്ളട്ടെ, അതിനോട് പ്രതികരിക്കാൻ ഞാനില്ല എന്ന് പറയുന്ന വളരെ പക്വമായ നിലപാടും കേരള സമൂഹം കാണുകയുണ്ടായി. അദ്ദേഹം പ്രതികരിച്ചത് വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ നിലപാടുകളോടും വർഗീയത ആളിക്കത്തിക്കുന്ന പ്രസ്താവനകളോടും മാത്രമാണ്. വി ഡി സതീശൻ വളരെ വ്യക്തമായി പറഞ്ഞത് ഒരു തീപ്പൊരി വീണാൽ മതി കേരളത്തിൽ ഒരു വർഗീയ വികാരം ആളിക്കത്താൻ. ഈ സാഹചര്യത്തിൽ പലരും അതിലേക്ക് തീപന്തമെറിയാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം പറയുന്നത് വർഗീയതയ്ക്കെതിരായ കൃത്യമായ നിലപാട്, അത് ന്യൂനപക്ഷ വർഗീയതയാണെങ്കിലും ഭൂരിപക്ഷ വർഗീയതയാണെങ്കിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ സ്വീകരിക്കാതിരിക്കുന്നത് വരും തലമുറയോട് കാണിക്കുന്ന മര്യാദകേടും നീതികേടുമാണ് എന്ന് വിശ്വസിക്കുകയും അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ വി ഡി സതീശൻ മുന്നോട്ട് വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് വർഗീയതയ്ക്കെതിരെ ഇത്ര ക്ലിയറായി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും ഇദ്ദേഹത്തെ അനുകൂലിക്കാൻ തയ്യാറാകുന്നില്ല എന്നതും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പലരും ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് മുന്നോട്ട് പോകുന്നു. വി ഡി സതീശൻ കരുത്തു നേടി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന രണ്ട് സംഭവങ്ങളാണ് അടുത്ത കാലത്തുണ്ടായത്. എറണാകുളത്ത് രാഹുൽ ഗാന്ധി പങ്കെടുത്ത കോൺഗ്രസിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെയും പ്രധാന പ്രവർത്തകരുടെയും സംഗമം എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടക്കുകയുണ്ടായി.
ഈ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് കരുത്തു കാട്ടിയത് എന്ന് അതിൽ പങ്കെടുത്ത മുഴുവൻ കോൺഗ്രസുകാരും അനുഭവിച്ചറിഞ്ഞതാണ്. വി.ഡി. സതീശന്റെ പേര് ആ സമ്മേളനത്തിൽ പറയുമ്പോഴൊക്കെ സദസ്സ് ഒന്നടങ്കം ഇളകി മറയുന്നതാണ് കോൺഗ്രസ് നേതാക്കൾ വേദിയിലിരുന്ന് കണ്ടത്. ഒരു രാഷ്ട്രീയ നേതാവിനും ആ സ്വീകാര്യത ആ സമ്മേളനത്തിൽ ലഭിക്കുകയുണ്ടായില്ല എന്നതാണ് വാസ്തവം. മുൻപ് കേരളത്തിൽ കെ കരുണാകരനും ഉമ്മൻചാണ്ടിക്കും ലഭിച്ച സ്വീകാര്യത എത്രത്തോളമായിരുന്നു? അതിനോട് സമാനമായ സ്വീകാര്യതയാണ് ആ സമ്മേളനത്തിൽ വി.ഡി. സതീശന് പ്രവർത്തകരിൽ നിന്നും ലഭിച്ചത് എന്നത് വി.ഡി. സതീശന്റെ നിലപാടുകൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പിന്തുണ നൽകുന്നു എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനാകും. അങ്ങനെ വി.ഡി. സതീശൻ അടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ നിന്നും ഒറ്റ പേരിലേക്ക് ചുരുങ്ങുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പലരുടെയും പേരുകൾ പറഞ്ഞു കേട്ടിരുന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വി.ഡി. സതീശൻ എന്ന പേരിലേക്ക് കേരള രാഷ്ട്രീയത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചർച്ചകൾ വഴിമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും അവസാനമായി ദേശീയ മാധ്യമമായ NDTV കേരളത്തിൽ നടത്തിയ ഒരു സർവേയിൽ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശനെയാണ്. 22.4% പേരാണ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയത്. പിണറായി വിജയൻ വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരണം എന്ന അഭിപ്രായം പറഞ്ഞവർ 18%. ഈ സർവേയിൽ കോൺഗ്രസിൽ നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു വന്ന മറ്റൊരു പേര് ശശി തരൂരിന്റേതാണ്. അത് കേവലം 9.8% പേർ മാത്രമാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്നും സർവേ രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയാണ്. 2-3 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കേരള രാഷ്ട്രീയം എത്തിച്ചേരുന്നു എന്നതാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഇവിടെ വി.ഡി. സതീശൻ വർഗീയതക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന പ്രധാനമായ വസ്തുത.